അപ്പോൾ അതുപോലെ അങ്ങനെ ഒക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഒറ്റയ്ക്കല്ല, നമ്മുടെ സുഹൃത്തും ഉണ്ട് കേട്ടോ നമ്മുടെ കൂടെ. എന്നെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവനെ കൊണ്ടുവന്നത്. ഇവനെ കെയർ ചെയ്യേണ്ട അവസ്ഥയായി ഇപ്പം ഞാൻ. വേണ്ട, അതിലങ്ങോട്ട് വഴിയുണ്ടോ നോക്കിയിട്ട് പോമോനെ. മോനെ ഇവിടെ നിന്ന് ഇറങ്ങാൻ കുറച്ച് പാടാണല്ലോടാ. പക്ഷെ കാല് നീട്ടിയൊന്നും ഇരിക്കാൻ പറ്റില്ലടാ. പക്ഷെ അതിൽ കയറി ഇവിടെ എത്താൻ പറ്റില്ല കേട്ടോ. ഞാൻ നിൽക്കുന്നിടത്ത് എത്താൻ പറ്റൂലേ? എത്തൂല മോനെ. ഇതിലേക്ക് പാസിങ്ങുള്ള ഏരിയ കേട്ടോ. അവർ പാസ് ചെയ്യുന്നോടത്ത് വന്നിട്ട് നമ്മൾ ടെൻ്റ് അടിച്ചാൽ ചിലപ്പോൾ താട്ട് ഇറങ്ങട്ടാ. ഒറ്റയ്ക്ക് അങ്ങനെ ഇറങ്ങല്ലേ, നോക്കിയിട്ട് വേണം ഇറങ്ങാം. നേരെ കയറി കിട്ടോ, നല്ല കയറി ചെയ്യണേ. എന്താ വെച്ചാൽ നല്ല ഇറങ്ങണ്ട ഇറങ്ങണ്ട ഇറങ്ങണ്ട. ഒന്നാമത് പേടിച്ചിട്ടാടാ, എന്തൊക്കെ ഡേഞ്ചറസ് അല്ലല്ലേ. നിനക്ക് പേടിയില്ലെന്ന് പറഞ്ഞു. പേടിച്ച് കഴിഞ്ഞാൽ പരിപാടി നടക്കും. പുറത്ത് കല്ലുമ്മലൊന്നും ഒറ്റയ്ക്ക് ഇറക്കിയിരിക്കണ്ട, പണിയാവും കേട്ടോ. ഇതിലൂടെ എന്തോ പാസ് ചെയ്തിട്ടുണ്ട്. ഇനി കാട്ടാടാണോ മാനാണോ കൂട്ടത്തോടെ പന്നിയാണോ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മളിന്ന് വന്നിരിക്കുന്നത് ആ മലയില്ലേ, ആ മലയുടെ മുകളിൽ കയറാനാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ സുഹൃത്തുണ്ട്, ഒറ്റയ്ക്കല്ല കേട്ടോ. എന്താ വെച്ചാൽ ഒറ്റയ്ക്ക് കയറാൻ പറ്റില്ല, മൃഗങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ. ഈ പറഞ്ഞ പോലെ കരടി, പുലി ഒക്കെ ഉള്ള സ്ഥലമാണ്. ആ വീടുണ്ടല്ലോ, അതാ അവിടെ ഒരു വീട്, അതാ ഒരു വെള്ള വീടുണ്ടോ. ആ വീട്ടിൽ നിന്നാണ് കഴിഞ്ഞ ആഴ്ച ഒരു 10 ദിവസം മുമ്പേ പിന്നെ ആ വീട്ടിലുള്ളൊരു പട്ടിയെ ഒരു പുലി കൊണ്ടുപോയി എന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ അങ്ങനെ ഒക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഒറ്റയ്ക്കല്ല, നമ്മുടെ സുഹൃത്തും ഉണ്ട് കേട്ടോ നമ്മുടെ കൂടെ. അപ്പോൾ ഇന്ന് ഞങ്ങൾ മല കയറി പൊളിക്കും. വണ്ടി ഇവിടെ വരെ പോവുള്ളൂ. ഞങ്ങൾ എന്തായാലും കയറി നോക്കട്ടെ കേട്ടോ. മേളിലോട്ട് എന്താ സ്ഥിതി എന്നറിയില്ല, കുറച്ച് ലോങ് പോകാനുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ നോക്കിയിട്ട് എന്തായാലും കയറി നോക്കട്ടെ. എന്തായാലും സ്റ്റേ ചെയ്യാൻ പറ്റും എന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. അല്ലടാ, പറ്റൂലേ? ഓക്കെ, എന്നാലും മേളിലോട്ട് കയറി നോക്കട്ടെ കേട്ടോ. അവിടെ ചെറിയൊരു റോഡുണ്ട് മേളിലോട്ട്. പക്ഷേ എങ്കിലും നമ്മൾ നടന്ന് മേളിലോട്ട് കയറണം. കണ്ടോ, മലകൾ കണ്ടോ, ഭയങ്കര കുത്തണ കയറ്റാട്ടോ, കണ്ടോ. അപ്പോൾ കുറച്ചുകൂടി നടന്ന് കയറാനുണ്ട്. അപ്പോൾ കയറിയിട്ട് മേളിൽ ചെന്നിട്ട് കാണിക്കാം കേട്ടോ. ഹലോ, ഞങ്ങളെന്തായാലും നല്ലോണം അടുത്തു കേട്ടോ. ഞങ്ങൾ ഈ കയറ്റം കണ്ടില്ലേ, ഇതുപോലത്തെ വഴിയാണ്. വഴി കാണിച്ചു തരാം കേട്ടോ. ഇതേപോലത്തെ സ്ഥലത്തു നിന്നാണ് കയറി വന്നത്. കണ്ടോ, നമ്മളെ വണ്ടിയൊക്കെ അങ്ങ് താഴെ ഇരിക്കുക. ഇവിടുന്ന് കാണില്ല, മരങ്ങളാണ്, അങ്ങ് താഴെയാണ്. പിന്നെ നമ്മളിതാ ഇവിടെയാണ് ഏകദേശം നമ്മളൊരു പ്ലാനിങ് വെച്ചിരിക്കുന്നത്. പക്ഷെ അവൻ പറയണത് ഈ മരത്തിൻ്റെ സൈഡിൽ കൂടെ മുകളിലോട്ട് കയറിയാൽ ആ മരത്തിൻ്റെ മുകളിൽ കൂടെ കയറണം. പക്ഷേ അവിടെ കുറച്ചുകൂടി പരന്ന പ്ലേസ് ആണെന്ന് പറയണത്. അപ്പോൾ അതും കൂടെ ഒന്ന് ചിലപ്പോൾ ഒന്ന് നോക്കൂ കേട്ടോ, അങ്ങനെ കാണാൻ പറ്റുമെന്ന്. പക്ഷെ ഭയങ്കര ഒരു ഭീകരാന്തരീക്ഷം തന്നെയാണ് കേട്ടോ ഇവിടെ. എന്താ വെച്ചാൽ ഭയങ്കര ഒരു തണുത്ത കാലാവസ്ഥയും ഭയങ്കര ഒരു സൈലൻ്റ് ഒക്കെയാണ്. നോക്കും, ഇപ്പോൾ താഴ്ഭാഗത്തൊരു ചെറിയ ഗുഹയുണ്ട്. ഈ ഭാഗത്തൂടെ ഒരു ഗുഹയുണ്ട്. അങ്ങോട്ടൊന്ന് പോയി നോക്കട്ടെ കേട്ടോ. എന്തായാലും ഒന്ന് ഇറങ്ങി നോക്കട്ടെ. ഇവിടെ സംഭവം ആളുകളൊക്കെ വരുന്ന ഏരിയ ആണ്. ഇതാ കണ്ടാ, ദേ കണ്ട, കുപ്പില്ലാത്തൊരു സ്ഥലം പിന്നെ ഉണ്ടാവില്ലല്ലോ. ഇതിലൊന്നും ഇറങ്ങാൻ പറ്റില്ല മോനെ. ഇതാ 20 അടി താഴ്ചയാണ് താഴോട്ട്. കണ്ടാ, നീ എവിടെ വെളിച്ചം കണ്ട് ഇതിലേ പോവാന്ന് പറഞ്ഞേ. അതിലൊന്നും ഇറങ്ങാൻ പറ്റില്ല കേട്ടോ. അല്ല, ഡേഞ്ചറാണേ, സൂക്ഷിക്കണേ. അതിലങ്ങനെ ഇറങ്ങല്ലേ, നോക്കിയിട്ട് ഇറങ്ങ്. നീ എടുത്ത് ചാടി ഇറങ്ങി ഒന്നും ചെയ്യല്ലേ. അതിനേക്കാളും നല്ലതാ ഇവിടെ
ഈ ഗ്യാപ്പ് കൂടെ കയറി. ഇതാ അവിടെ ഒരു ഗ്യാപ്പ് ഇതണ്ട. നമ്മുടെ കൂട്ടുകാരനെ ആൾക്ക് ധൃതിയാ. എന്നെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെ കൊണ്ടുവന്ന ഇപ്പൊ ഇവരെ കെയർ ചെയ്യേണ്ട അവസ്ഥയായി ഇപ്പൊ ഞാൻ. ഇതണ്ട അതിലങ്ങോട്ട് വഴിയുണ്ടോ നോക്കിട്ട് പോ മോനെ. എടാ അതിലങ്ങോട്ട് വഴിയുണ്ടോ നോക്കിട്ട് പോ. അവിടെ വെറുതെ ഇറങ്ങിയിട്ട് കാര്യമില്ല. ഇങ്ങോട്ടല്ലേ അതിലല്ല വഴിയുള്ളത്. നോക്കട്ടെ. ഇതുണ്ടോ ഭയങ്കര ഗുഹ കേട്ടോ. ഇവിടെയാണ് നീ ചാടാൻ പോണത്. ഇതുണ്ടാ ഭയങ്കര ഒരു കാടാണ്. കാടല്ല ഗുഹ. ഡേഞ്ചറസ് സ്ഥലം തന്നെയാണ് കേട്ടോ ഇവിടെ. മോനെ നമുക്കൊരു കാര്യം ചെയ്യാം. അപ്പുറത്തെ വേറെ എവിടെ അപ്പുറത്തെ മേളിൽ എങ്ങനെ നോക്കാം. അവിടെ എവിടെ ഇറങ്ങാം. വാ. ഭയങ്കര ഡേഞ്ചർ ഏരിയ ആണ് ഇതൊക്കെ. അവർ പറഞ്ഞത് ശരിയാ. ഈ തണുപ്പുള്ളിടത്തായിരിക്കും കരടിയും കടുവയും പുലിയൊക്കെ ഉണ്ടാവുക. താഴ്ന്ന് നമ്മളോട് 2-3 പേര് പറഞ്ഞേ. പിന്നെ കഴിഞ്ഞ ഒരു 10 ദിവസം കഴിഞ്ഞ ആഴ്ചയിൽ താഴത്തെ വീട്ടിലൊരു പട്ടിയെ പുലി കൊണ്ടുപോയിന്ന്. അപ്പം അങ്ങനെയൊക്കെയുള്ള സ്ഥലത്താണ് ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത്. ഞാൻ എൻ്റെ ധൈര്യത്തിന് വേണ്ടിയിട്ട് ഇപ്പം ഇവനെ കൂട്ടിയത്. ഇതിപ്പോൾ ഇവൻ്റെ പുറകെ നടക്കേണ്ട അവസ്ഥയായി ഇപ്പം ഞാൻ. ഇതിലോ വാ, ഇതിലോ വാ. നോക്കി കയറിട്ടോ. അടിപൊളിയൊരു സ്ഥലം. നോക്കൊരു ഗുഹ. എൻ്റെ പൊന്നെ ഇവിടെയൊക്കെ ഭയങ്കര തണുപ്പാട്ടോ. ഇല്ലടാ താഴെ ഇറങ്ങണ്ട. ഒറ്റയ്ക്ക് അങ്ങനെ ഇറങ്ങല്ലേ. നോക്കിയിട്ട് വേണം ഇറങ്ങാം. നേരെ കയറി കിട്ടോ. നല്ല കയറിയാണേ. എന്താ വെച്ചാൽ നല്ല ഇറങ്ങണ്ട. നോക്കിയിട്ട് ഇറങ്ങിയാൽ മതി. നല്ല ശ്രദ്ധിച്ച് നോക്കിയിട്ട് ഇറങ്ങിയാൽ മതി. അല്ല അങ്ങനെ ഇറങ്ങിയാൽ കയറാൻ പറ്റില്ല നിനക്ക്. പെട്ടെന്നൊരു നിക്ക് നോക്കിയിട്ട് ഇറങ്ങിയാൽ മതി. വെറുതെ ചാടി ഇറങ്ങല്ലേ. അവിടെ അതിനേക്കാൾ വലിയൊരു ഗുഹ. അത് നോക്ക് നേരെ. അത് നോക്ക്. ഓ മണ്ണ് വീഴുന്നു. കയ്യിലിറങ്ങണ്ട. എടാ ഒരു കരിയലാണ്. വല്ലതും ഉണ്ടാവും മോനെ. അവൻ താഴോട്ട് ഇറങ്ങി നോക്കണം. അവൻ പറഞ്ഞിട്ട് കേൾക്കില്ല. അതാ പോണ്. അയ്യോ മോനെ രണ്ടാൾക്കും കൂടി ഇറങ്ങിയ പോരെ. ഇത് അവിടെയൊക്കെ എന്തൊക്കെയാ കിടക്കണ സ്ഥലം. താരാ നോക്ക്. അത് നോക്ക്. ആ മണ്ണ് കണ്ടാ അവിടെയൊക്കെ എന്തൊക്കെയാ കിടക്കണ സ്ഥലം കേട്ടോ. നീ ഒറ്റയ്ക്ക് അങ്ങനെ ചാടി അതണ്ടോ. എന്താ അത്? എന്റെ മോനെ ആ മേൽഭാഗത്തൊക്കെ ഭയങ്കര പാറയുണ്ട്. താരാ നോക്കിയ ആ മേൽഭാഗം നോക്കിയ. അതല്ലടാ അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റിയതല്ലായിരുന്നു കേട്ടോ. ഭയങ്കര ഡേഞ്ചർ ഏരിയ ആണ്. ഇതിലൊക്കെ കരിയില ആയതുകൊണ്ട് വല്ല പാമ്പ് കിടന്ന അറിയില്ല. അതാണ് പ്രശ്നം. ഇതിന്റെ ഉള്ളിൽ കൂടെ എങ്ങനെ വരും മോനെ. എന്റെ പൊന്നെ ഇതാ വലിയൊരു ഗുഹ. എന്റെ പൊന്നെ ഇത് ഭയങ്കര ഡേഞ്ചർ കേട്ടോ. അങ്ങോട്ട് പോണ്ട പോലെ. നോക്ക് വലിയൊരു ഗുഹ മോനെ. ഇത് ഭയങ്കര ഡേഞ്ചർ ഏരിയ കേട്ടോ. ഡേഞ്ചർ ഏരിയ. ഈ ഒരു ഒറ്റ പീസ് കാണുന്നുണ്ട്. ഈ ഒരു പാറ നോക്ക് എങ്ങനെ ഇരിക്കുന്നത്. ചുമ്മാ തൊടിയിച്ച് വെച്ച പോലെ ഉണ്ട് ഈ പാറ. എനിക്കറിയില്ല. ഇതൊക്കെ കൂടി കണ്ടിട്ട് പേടിയാണ്. ഇതൊക്കെ മോനെ ഇവിടെ പറ്റില്ലടാ. എന്താ വെച്ചാലേ ഇവിടെ ഇവര് പറഞ്ഞ പോലെ നരിയും പുലിയൊക്കെ ഇതിനകത്ത് തന്നെ ആയിരിക്കും. അങ്ങോട്ട് അങ്ങനെ ഒറ്റയടിക്ക് കയറി പോകല്ലേ. നീ കയറി ചെയ്യാതെ കയറുക ചെയ്യല്ലേ. നീ നല്ല ശ്രദ്ധിച്ച് കയറ്. എന്തേ വേണ്ട. ഞാനല്ല വേണ്ട. എന്താന്ന് പറയാ. എന്തായാലും ഇത്രയും റിസ്ക് എടുത്തിട്ട് വന്നു. ഇത്രയും റിസ്ക് എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ച് റിസ്ക്. എന്റെ പൊന്നെ ഒരു രക്ഷയില്ലാത്ത ഏരിയ കേട്ടോ. വീടിന്റെ ചുമര് പോലെ ഉണ്ട്. ഇതിലൊക്കെ എന്തൊക്കെ പാസിംഗ് ഉള്ള ഏരിയ കേട്ടോ. പന്നിയാ പുലിയാണോന്ന് അറിയില്ല. അതേണ്ട സാറേ ഇതിലൊക്കെ പാസിംഗ് ഉള്ള ഏരിയ കേട്ടോ.
അവർ പാസ് ചെയ്യുന്നിടത്ത് വന്നിട്ട് നമ്മൾ ടെൻ്റ് അടിച്ചാൽ ചിലപ്പോൾ പെരുമ്പാമ്പൊക്കെ ഉണ്ടാവും. തണുപ്പുള്ള സ്ഥലമല്ലേ പിന്നെ, അങ്ങനെ ഓടി കയറരുതേ. കണ്ടോ അവിടെയൊക്കെ എന്തൊക്കെ കിടക്കുന്ന സ്ഥലമാണ്. അത് കണ്ടോ ഇവിടുത്തെ സ്ഥലം കണ്ടോ? നീ നടന്നേ, അങ്ങോട്ട് നടന്നേ. നമുക്ക് പിന്നെ ടൈമും കളയാനല്ലടാ, എവിടെയെങ്കിലും നല്ലൊരു സ്ഥലത്ത് പോയിട്ട് ടെൻ്റ് അടിക്കണേ. അങ്ങോട്ട് നോക്കുമ്പോഴേ നമ്മളെ വീട്ടിലൊക്കെ ഒരു കിണറുണ്ട്. അതാ പറഞ്ഞു പെരിഞ്ചാതി കുഴി. ഇതാ നോക്ക്. പക്ഷെ അങ്ങോട്ടൊക്കെ വീണെങ്കിൽ തീരുള്ളൂ. തീരൂല, കയ്യും കാലും കിടക്കും. നോക്കിയിറങ്ങട്ടാ പൊന്നെ. ഞാൻ ഇറങ്ങിക്കോളാം. നീ ഇത് പിടിച്ചാൽ മതി, ക്യാമറ പിടിച്ചാൽ മതി. സൂക്ഷിച്ചില്ലെങ്കിലേ ആ കുഴി നോക്കിയാ, ആ കുഴിയിലോട്ടൊക്കെ വീടാ തീർന്നു പോലെ. എന്റെ മോനെ ഭയങ്കര ഒരു ഏരിയ തന്നെ അല്ലേ. വേറെ ഇവിടെ അങ്ങ് ശരിയാക്കിയാലോ, നമുക്കിവിടെ അങ്ങ് ശരിയാക്കിയാലോ, നമുക്കിവിടെ അങ്ങ് ശരിയാക്കിയാലോ. എന്റെ മോനെ ഓൻ്റെ പൊന്നോ, എന്തേ നീ ആകെ ഷോക്കായിട്ട് നിൽക്കണേ? ഇലകളങ്ങനെ ഇപ്പൊ പേടിയായില്ലേ? ആ ഗുഹയിലൊക്കെ കണ്ണും മൂക്കൂല്ലാണ്ട് എടുത്ത് ചാടിയിരുന്നല്ലേ. ഞാൻ അതിന്റെ മേളിലൊന്ന് കയറി നോക്കട്ടാ, ആ സൈഡില്. അല്ല അതിലൂടെ ഞാൻ കയറി നോക്കട്ടെ. നീ ഇവിടെ നിൽക്കണം കേട്ടോ, നീയും കൂടി കയറി വരുതേ. അപ്പോൾ ഞാൻ അതിൻ്റെ ഈ മലയില്ലേ, ഈ പാറ, അതിൻ്റെ മേളിൽ കൂടെ ആ സൈഡിൽ കൂടെ കയറാൻ പറ്റും നോക്കട്ടോ. നോക്കിയിട്ട് അവിടെ പരന്ന സ്ഥലമാണെന്നാ ഇവൻ പറയണത് കേട്ടോ. ഇവൻ പറയണത്, ഇവൻ കണ്ടിട്ടൊന്നുമില്ല, ഇവൻ പറയുന്നത് പരന്ന സ്ഥലമാണെന്നാ. അങ്ങനെ പരന്ന സ്ഥലമാണെങ്കിൽ നമ്മൾ അവിടെ ടെൻ്റ് അടിക്കും കേട്ടോ. ഇതിൻ്റെ മേളിൽ, ഈ പാറയുടെ മേളിലേ, ഇതിൻ്റെ മേളിൽ. ഏതാ ഇവൻ പറയണത് ഏതറ്റത്തിനും ഒരു നിരപ്പുണ്ടാവും എന്നാ പറഞ്ഞ കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും അതിനൊന്ന് കയറി നോക്കട്ടെ കേട്ടോ. നീ കയറില്ല കേട്ടോ, ഞാൻ കയറിയിട്ട് നീ കയറിയാൽ മതി. സേഫ് ആണെങ്കിൽ ഞാൻ ഇറങ്ങി വരും, അല്ല പറയും, അപ്പം നീ കയറിയാൽ മതി കേട്ടോ. ഓക്കെ അല്ലേ? എൻ്റെ പൊന്നെ, ഇവിടെ നിരന്ന സ്ഥലമൊന്നും അല്ല കേട്ടോ. എൻ്റെ അമ്മേ, ആ ഇവിടെ നിരന്ന സ്ഥലമൊന്നുമല്ല, ഹെവി കുന്നാണ്. ഇവിടെ ഒന്നും ടെൻ്റ് അടിക്കാൻ പറ്റണ. സ്റ്റേ ചെയ്യണതിന് കുഴപ്പമില്ല, കാല് നീട്ടിന്ന് ഇരിക്കാൻ സ്ഥലം വേണ്ടേ? എങ്ങനെ? പക്ഷെ കാല് നീട്ടിയൊന്നും ഇരിക്കാൻ പറ്റണ. പക്ഷെ നമുക്കൊന്ന് മര്യാദക്ക് ഇരിക്കാനൊരു സ്ഥലം വേണ്ടേ? ഞാൻ പറഞ്ഞതിന് മേളിൽ നിരന്ന സ്ഥലമാണ് കേട്ടോ. പക്ഷേ ഭയങ്കര ഡേഞ്ചർ സ്ഥലം തന്നെ കേട്ടോ. അങ്ങോട്ടൊന്നും അങ്ങനെ പോകാൻ പറ്റില്ല. ഇതുണ്ടോ, കാടാണ്. കാട് മീൻസ് ഇതുപോലത്തെ പാറകളാണ്. നമ്മൾ കയറി വന്ന സ്ഥലം കേട്ടോ. ഇതിലിറങ്ങാനാണ് ഇനി പാട്. മരത്തിൽ കൂടെ ഇറങ്ങാൻ അവിടെ പറ്റുമോ? മരത്തിൽ കൂടെ ഇറങ്ങാൻ പറ്റൂടാ. പക്ഷെ താഴെത്തുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ചാടേണ്ടി വരും.
ഇതിൽ തന്നെ നോക്കട്ടെ കേട്ടോ. ഇതിൽ തന്നെ നോക്കട്ടെ നിനക്ക്. ഓ എൻ്റെ പൊന്നെ, ഈ മരത്തിന്റെ കൊമ്പ് കൂടി ഇല്ല, ഇപ്പൊ പെട്ടു പോയനെ മോനെ. അത് ഉറപ്പുണ്ടോ? പക്ഷെ അതിൽ കയറി ഇവിടെ എത്താൻ പറ്റില്ല കേട്ടോ. ഞാൻ നിൽക്കുന്നിടത്ത് എത്താൻ പറ്റൂലേ? എത്തൂല മോനെ. എടാ അത് ഇങ്ങോട്ട് കയറാൻ പറ്റില്ല കേട്ടോ. മരത്തിന്റെ കൊമ്പൊന്നും സേഫ് ആവൂലേ? മരത്തിന്റെ കൊമ്പ് കൂടെ പോകാന്നുള്ളത് നിന്റെ തീരുമാനം ഫൗൾ ആവും. അത് സേഫല്ല, അത് സേഫല്ല. അതിലങ്ങനെ പോലെ അതിലൊന്നും പോണ്ട. നമ്മള് ജംഗിൾ ബുക്കിലെ മോഗലിയാവണ്ട. അതൊന്നും സേവ് കൊരങ്ങനാന്ന് തോന്നുന്നുണ്ട് കേട്ടാ. നീ കൊരങ്ങനാണ് താരെ. എൻ്റെ മോനെ നീ കൂളായിട്ടിരുന്നൂല്ലേ? ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ കയറിയിട്ട് എൻ്റെ നീ അവിടെ കൂളായിട്ടിരുന്നില്ലേ? ഇവിടെ ഞാൻ താഴോട്ട് പോട്ടെ. നീ അപ്പൊ അവിടെ ഇരുന്നോ? ഞാൻ നാട്ടിറങ്ങട്ടെ. എന്തായാലും സമയം ലേറ്റ് ആവണ്ട. 6 മണി കഴിഞ്ഞു. ഇനി പെട്ടെന്ന് ഇരുട്ടാവും. നമുക്ക് ടെന്റ് സെറ്റ് ചെയ്യണ്ടേ? ഞാൻ ഇറങ്ങട്ടെ. നിനക്ക് ഞാൻ ഇറങ്ങട്ടെ ആദ്യം. എന്റെ മോനെ ഇവിടെ നിന്ന് ഇറങ്ങാൻ കുറച്ച് പാടാണല്ലോടാ. കൈയും കാലൊക്കെ മുറിഞ്ഞ്. ഇറങ്ങടാ. എവിടെ നീ? ഇറങ്ങ്. അത് 10-20 അടി ഉണ്ട്. സൂക്ഷിച്ചിറങ്ങട്ടാ. നമ്മൾ ഇവിടെ തന്നെ ടെന്റ് സെറ്റ് ചെയ്തു കേട്ടോ. നമ്മുടെ ഈ ഒരു ഗ്യാപ്പിൽ തന്നെ സെറ്റ് ചെയ്തു. എന്താ വെച്ചാൽ മേളിലൊക്കെ നമ്മൾ കയറി നോക്കിയല്ലോ. മേളിലൊന്നും പറ്റൊന്നുമില്ല. വെറുതെ കയറി നോക്കിയതാ. നേരുന്ന സ്ഥലം മൻ പറഞ്ഞു. നിരന്ന സ്ഥലം മൻ പറഞ്ഞു. പക്ഷെ നിരന്ന സ്ഥലമൊന്നും അല്ല. കയറാൻ വേണ്ടി പറഞ്ഞല്ലേ? അതിന് മേളിൽ ഞാൻ കയറാൻ വേണ്ടി പറഞ്ഞാട്ടോ നിരന്ന സ്ഥലമാണ്. എന്തായാലും നിരന്ന സ്ഥലമൊന്നും അല്ല. പിന്നെ കുറച്ച് ഡേഞ്ചറൊക്കെയാണ്, സൂക്ഷിക്കണം. പിന്നെ ഇവിടുത്തെ കാടും ഈ പറഞ്ഞ പോലെ സൈലന്റ് ആണല്ലോ. ഇവൻ നേരത്തെ ഇറങ്ങിപ്പോയ ഗുഹ അതാണ് കേട്ടോ. ആ ഭാഗത്താണ്. ഭയങ്കര തണുപ്പാന്ന് പറഞ്ഞത്. ഞാൻ ഇറങ്ങിയില്ല, ഇവ എന്തായാലും ഇറങ്ങിപ്പോയി. പിന്നെ എന്തായാലും നമ്മളിവിടെ ടെൻറ്റ് സെറ്റ് ചെയ്തു. നമ്മളിവിടെ പാചകം ചെയ്യാം കേട്ടോ. ഇവിടെ എന്തെങ്കിലും ഇവിടെ കുക്ക് ചെയ്യുക. ചിക്കനൊക്കെ കൊണ്ടുവന്നുണ്ട്. എന്നിട്ട് എന്തായാലും ഇവിടെ തന്നെ കിടന്നുറങ്ങുന്നത്. ഡണ്ണല്ലേ? ഡീലല്ലേ? ഓക്കെ അല്ലേ? 2 ദിവസം നിൽക്കണം. 2 ദിവസം നിൽക്കണം എന്നാ. ഞാൻ 1 ദിവസം എങ്ങനെയും സ്റ്റേ ചെയ്തിട്ട് പോകാനുള്ള പരിപാടിയാണ്. ഇവൻ 2 ദിവസം നിൽക്കണം എന്നാണ് പറയുന്നത്. ഇവന് ചെറിയൊരു പ്രാന്തുണ്ട്, അതാണ് ഒരു പ്രശ്നം. എന്തായാലും ഞങ്ങളെ ഇതൊക്കെ ഒന്ന് ഒതുക്കി സെറ്റാക്കട്ടെ കേട്ടോ. അടുപ്പ് സെറ്റാക്കണം പതുക്കെ. ഇവിടെ തീയൊന്നും അങ്ങനെ കത്തിക്കാൻ പറ്റില്ല. പിന്നെ ഡേഞ്ചർ ഇല്ലാതെ പതുക്കെ കരിയിലൊക്കെ മാറ്റിയിട്ട് ഒരു സെറ്റപ്പിൽ ഞങ്ങൾ ഇവിടെ ചെയ്യാൻ പോകാം കേട്ടോ. അതാ ഒരു പ്രശ്നം. എന്താ വെച്ചാൽ കയറി വന്നപ്പോഴേ അവർ പറഞ്ഞു കരടി ഒക്കെ ഇതിൽ പാസിങ് ഉണ്ട്. പിന്നെ അതുപോലെ താഴെ വീട്ടിലെ പട്ടീനെ പുലി തിന്നു, അതൊക്കെ ഇപ്പോൾ അടുത്താ ഉണ്ടായെന്ന് പറഞ്ഞു. അപ്പം അങ്ങനത്തെ ഒരു ഡേഞ്ചർ സ്ഥലമാണ്. പിന്നെ പേടിക്കാനില്ല. നമ്മുടെ പുലി ഇവിടെ ഉണ്ടായതുകൊണ്ട് നമുക്ക് പേടിക്കാനില്ല. വേറൊരു പുലി അങ്ങനെ വരില്ല. അതാ അതിലൂടെ നടന്നു പോണതേ കാണാൻ വേണ്ടിയിട്ട് അവൻ വന്നത് കേട്ടോ. നമ്മൾ എങ്ങനെയും ഒന്ന് കാണാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ വരണം. ഇവൻ പറഞ്ഞ പുലിനെ എന്തായാലും അതിലൂടെ ഒന്ന് പോണത് കാണണം എന്നാ പറയണത്. എന്തായാലും നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം കേട്ടോ. എല്ലാം ഇത് മതിയോ?
ഇങ്ങനെ മതി അടുപ്പ്? ഇങ്ങനെ മതി. എന്തായാലും നോക്കാം അല്ലേ? നീ കുറച്ച് വിറക് സംഘടിപ്പിക്കുമോ? അതാടാ വിറക് ഇവിടെ ഉണ്ടാ. കുറച്ച് മതിയാവൂ. എടാ ഇരുട്ടായി തുടങ്ങി, നമുക്ക് ലൈറ്റും സെറ്റ് ആക്കിയാലോ? നമ്മുടെ പാത്രം എടുക്കട്ടെ കേട്ടോ, ചിക്കൻ കഴുകാനുള്ളതൊക്കെ. നല്ല നല്ല ഇരുട്ടായി തുടങ്ങിയടാ. നോക്കിയാ ചിക്കൻ കഴിക്കാലോ. നീ ഇത് കത്തിക്കുക, അടുപ്പ് കത്തിക്കുക. അപ്പൊ ഇനി ചിക്കൻ റെഡിയാവൂ? അല്ല, ഞാനപ്പോഴത്തേക്ക് ചിക്കൻ കഴുകി മസാലയൊക്കെ തേച്ചാലേ ആ ഭാഗം ഒക്കെ ആയില്ലേ. ചിക്കൻ്റെ മണം വന്നിട്ട് പുലി വരുമെന്ന. എപ്പോഴും ഒരു ടോർച്ച് എടുത്ത് കയ്യിൽ വെച്ചേക്കണം കേട്ടോ. ഇപ്പൊ നമ്മളാ അഥവാ വരികയാണെങ്കിൽ തന്നെ നമ്മളാ കഴുകണ ചിക്കനൊന്നും വേണ്ട പറ്റി. അതല്ലടാ ഞാൻ പറഞ്ഞതേ, എപ്പോഴും ഒരു ഇതെടുത്ത് കയ്യിൽ വെച്ചേക്കണേ. എന്തറിയോ ആ ലൈറ്റേ ടോർച്ചേ. ഇതൊന്ന് വരിഞ്ഞു വിടാം അല്ലേ, എന്നാ സെറ്റ് ആയിക്കോളും. ശ്രദ്ധിക്കട്ടോ നല്ലോണം, തീ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതെ. എല്ലാം കൂടെ കരിയിലിട്ട് കത്തിക്കല്ലേ കേട്ടാ. എന്തായാലും ഒന്ന് കത്തിപ്പിടിക്കും. ഇപ്പൊ ശരിക്കും കത്തിപ്പിടിച്ച് ഇനി അങ്ങ് വെച്ചാ മതി. തീ കായാനും പറ്റിയ ഇതാട്ടാ തീ കായാൻ. തണുപ്പ് പിന്നെ കുറവാ. തണുപ്പില്ലാത്തോണ്ട് കുഴപ്പമില്ല. തണുപ്പും ഇതേപോലെ ഒരു അടുപ്പും ഒരു തീ. തണുപ്പ് ഇപ്പൊ കുറവല്ലേ? കുറച്ചുകൂടി കഴിഞ്ഞാൽ തണുപ്പ് വരൂടാ. തണുപ്പ് വേണം, തണുപ്പ് നന്നായിട്ട് വേണം. അല്ല കുറച്ച് കഴിഞ്ഞാൽ തണുക്കും. നേരം വെളുക്കാൻ നേരത്ത് നോക്കിയോ നീ. അത് ആ തണുപ്പത്ത് വേണം ഇങ്ങനെ ഇരിക്കണം. ആ തണുപ്പും കൊണ്ട് അതായിരുന്നു. തണുപ്പ് കുറച്ച് കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പായിരിക്കും. ഞാനൊരു പുതപ്പ് പോച്ചതുണ്ടായിരുന്നു, അത് വീട്ടിൽ കഴുകിയിട്ട് എടുത്തതുമില്ല. എന്തായാലും മസാല ഒന്ന് സെറ്റ് ആക്കട്ടെ. ഇത് നമ്മൾ കുറച്ചും കൂടി നേരത്തെ സെറ്റാക്കി വെക്കണേ. അല്ല അത് കുഴപ്പമില്ല, നമ്മൾ എന്തുണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റാ. പിന്നെ ചട്ടി വെച്ചിട്ട് എണ്ണ വെച്ചിട്ടേ സെറ്റാക്കാം അല്ലേ? എണ്ണ ഒഴിക്കട്ടെ. നിങ്ങൾ കുക്ക് ചെയ്യണമെന്ന് നോക്കാലോ. ഞാൻ കുക്ക് ചെയ്യാൻ വേണ്ടിട്ടില്ലല്ലോ. നീ ഒന്ന് നോക്കിയോ, പൊളിയാക്കും ഞാനിവിടെ. ഞാൻ ചിക്കൻ വെക്കട്ടാ. വാ പോക ചിക്കൻ. ചിക്കനാ? ആ ചട്ടിയിൽ മൊത്തം പുകയാണല്ലോ. പുക അങ്ങ് മാറിക്കോളൂടാ രണ്ടും ചെയ്യുമ്പോ. ഇതിപ്പോ നമ്മള് മൂടി വെക്കുമല്ലോ. സംഭവം സെറ്റാവുണ്ട് കേട്ടാ. തിരിച്ചിടാ. കത്തിക്കണ്ട നീ കത്തിച്ചപ്പോ ഇതാവും. ആ പുകയില് കണല് കിടന്ന് അങ്ങനെ ആവട്ടെ അല്ലേ? പക്ഷെ കൊതുകുണ്ട് കേട്ടോ. കൊതുകുണ്ടാവും, കാടല്ലേ. ഒരുപാട് ഇരുട്ടായില്ലേ? ഇരുട്ട് നേരം സമയം 9 മണിയായില്ലേ? നമ്മൾ അതിന്റെ മേലേക്ക് കേറി അതിപ്പോ സമയം പോയത് അറിഞ്ഞതേ ഇല്ലല്ലോ. പിന്നെ വേറെ കാര്യമുണ്ട്, ഇവിടെ പെട്ടെന്ന് ഇരുട്ടാവും ചെയ്യും. ഇങ്ങനെ ആയതുകൊണ്ടില്ല, കാടല്ലേ. പക്ഷെ പുറത്തൊന്നും അങ്ങനെ പെട്ടെന്ന് ഇരുട്ടാവില്ലല്ലോ. പുറത്താ? ഇവിടെ ഗൾഫിലാ? ഇല്ലേ, നമ്മളെ റോട്ടിലും. എടാ ഇത് കാടല്ലേ, കാട്ടില് പിന്നെ പെട്ടെന്ന് ഇരുട്ടാവൂലേ? ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയടാ. നമുക്കത് മാറ്റിയല്ലോ, ഇതില് മാറ്റാം. എടുക്കട്ടെ. എന്നാ പൊറോട്ട എടുക്കടാ, നമുക്ക് ചൂടാക്കാം. എന്താ പരിപാടി, ഗ്രേവി ഒക്കെ അടിപൊളി. ഇന്നത്തെ പരിപാടി പൊളിച്ചില്ലേ? നമ്മുടെ ഫുഡ് പൊളിച്ചില്ലടാ. എന്ന് നോക്കുമ്പോ വെച്ചിട്ടുള്ള നമ്മുടെ പൊറോട്ട. കുറച്ച് എണ്ണ ആക്കണായിരുന്നു അല്ലേ? പക്ഷെ എണ്ണയില്ല. നിനക്കത് ഉറക്കം വരുന്നുണ്ടോ? ഇല്ല. എന്തൊരു ക്ഷീണം ഉണ്ടല്ലോ. ക്ഷീണമല്ല, കണ്ണിന് ചെറിയൊരു കോറല് വെച്ചിരുന്നത്. അതിമ കേറിയപ്പോലെ വള്ളിമ തൂങ്ങി പിടിച്ച് കയറിയിട്ട് നല്ല നീറ്റല്. എന്തായാലും പൊറോട്ട നല്ല സെറ്റ് ആവുന്നുണ്ട് കേട്ടോ. ഇത് മതിയില്ലടാ? മതി. എണ്ണ വേണമായിരുന്നു. സാറില്ല.
ഇവിടെ ഇരിക്കട്ടെ അല്ലേ? നമുക്ക് ഇവിടെ നിന്ന് തന്നെ കഴിക്കാലോ. ഇവിടെ ഇരുന്നിട്ട് തന്നെ കഴിക്കാം. അത് തരണ്ടല്ലോ, പേടിയൊന്നുമില്ലല്ലോ. നമ്മളേ ഇത് കെടുത്തി വെച്ചില്ലെങ്കിലേ രാത്രി എന്താവെന്ന് അറിയില്ലല്ലോ. കാടല്ലേ അല്ലേ? ഇവിടെ നല്ല ടേസ്റ്റ് ആയിട്ടും ടേസ്റ്റല്ലേ? നമ്മുടെ സാധനം നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയുന്നത് കേട്ടോ. നല്ല ചിക്കൻ മസാലയും പൊറോട്ട സംഭവം ടേസ്റ്റ് ഉണ്ട് അല്ലേ? പെട്ടെന്ന് കഴിച്ചിട്ടേ നമുക്ക് വേഗം ഇതിനകത്ത് കയറി കിടക്കണേ കേട്ടോ. സേഫായിട്ട് തോന്നുന്നില്ല അവിടെ, എന്തോ ഒരു പേടി പോലെ. ഞാൻ ഈ ചിക്കൻ കാലം ഇതിനകത്ത് വെക്കട്ടെ. ആ കാലം നീ കഴിച്ചു. നീ നിന്റെ കാലെടുത്തൊന്നും പ്രശ്നം വേണ്ട. ചെറിയ ഒച്ച വെക്കുമ്പോഴേ ശരിക്കും പറഞ്ഞാൽ എനിക്കങ്ങ് പേടിയാ. എന്താ അറിയാ, അമ്മമാര് പറഞ്ഞ് പേടിപ്പിച്ചോണ്ടാ, അല്ലെങ്കിൽ പേടിയൊന്നും ഉണ്ടാവില്ല. വെറുതെ കളയണ്ടല്ലോ. കഴിച്ചോ? ഇന്നത്തെ മസാല ഒന്നും വേണ്ടേ? മസാല എങ്ങനെയുണ്ട്? നമുക്ക് കുറച്ചുകൂടി നിരന്ന സ്ഥലം ഉണ്ടായിരുന്നേ നല്ലായിരുന്നു അല്ലേ? ഇതൊരു സേഫ് ആയിട്ടില്ല. ഉള്ളിൽ കിടക്കാല്ലേ, കുഴപ്പമില്ല. എന്തായാലും ഫുഡ് സെറ്റ് ആയില്ലേ? ചിക്കൻ കറി ചെറിയൊരു പ്രശ്നമായി. വയറുള്ളപ്പോ എണീക്കാൻ വയ്യ. ആക്കെ ശരിയാവും. നമുക്കിത് കഴിയാലോ. ഇതിൽ കുറച്ച് വെള്ളമൊക്കെ കുടിക്കാം നമുക്ക്. ഒന്നുകൂടി കഴിയും. കുടിച്ചോ? കുടിച്ചോ? കുടി. മതിയോ? അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഫുഡ് പക്ക. എന്താണ് പക്കയല്ലേ? വയറ് ഫുള്ളായില്ലേ? അപ്പൊ ഒന്ന് ഇങ്ങനെ കാണിക്കും. അടിപൊളിയായി ഇന്നത്തെ പ്രശ്നം. അപ്പൊ ഇതൊക്കെ ഒന്ന് ഒതുക്കാം നമുക്ക്. ഒതുക്കിയിട്ട് കയറില്ലേ? പിന്നെ കയറിയ പിന്നെ ഇറങ്ങരുത് കേട്ടാ. മൂത്രമൊക്കെ ഒഴിച്ചിട്ട് വേണം കയറാന്. പിന്നെ മൂത്രം ഒഴിക്കാനെന്ന് പറഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാൻ ഞാൻ വിടൂലേ കേട്ടാ. ഇതൊന്ന് ഒതുക്കട്ടെ കേട്ടോ. അപ്പൊ നമ്മള് ഇന്നത്തെ ഫുഡ് അടി കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. അളിയെന്തേ കയറി ഇരുന്നു കേട്ടോ അതിനകത്ത്. ഭക്ഷണം കഴിച്ച് വേറെ പരിപാടി ഇല്ലല്ലോ. ഇനി കിടന്നുറങ്ങിയാൽ മതി. അതാ ഞാൻ പറഞ്ഞേ. അതാ ഞാൻ പറഞ്ഞത്, ഇനി ഞാൻ പുറത്തോട്ട് ഇറക്കൂലെന്ന്. ഇനി എന്തായാലും ഞങ്ങൾ ലൈറ്റൊക്കെ ഓഫ് ആക്കിയിട്ടേ കിടന്നുറങ്ങാൻ പോയി. ഞങ്ങൾ ചിക്കൻ്റെ വേസ്റ്റൊക്കെ പോയി ഞങ്ങൾ കയ്യിൽ തന്നെ വെച്ചു കേട്ടോ. പിന്നെ നമ്മുടെ വെള്ളത്തിൻ്റെ പാത്രമൊക്കെ ഇവിടെ വെച്ചു. അതൊന്നും കുഴപ്പമില്ലാന്ന് വിചാരിക്കുന്നു. ഉറങ്ങാൻ പറ്റൂടെ ഓ എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല, കുറച്ച് കഴിയുമ്പോൾ പറയാം. എന്താ വെച്ചാൽ ചെറിയ പുറത്ത് കല്ലുമ്മലൊന്നും ഒറ്റയ്ക്ക് ഇറക്കിയിരിക്കണ്ട, പണിയാവും. പിന്നെ അപ്പം എന്തായാലും എനിക്കിപ്പോൾ അതല്ല പാട്. ഇവനെയും നോക്കണം, എന്നെയും നോക്കണം. അതാണ് ഞാൻ എന്നെ നോക്കാൻ വേണ്ടിയിട്ട് ഇവരെ കൊണ്ടുവന്നത്. ഇപ്പം ഇവനെ ഞാൻ നോക്കേണ്ട കണ്ടീഷനായി. ഇവനാണെങ്കിൽ പറഞ്ഞങ്ങ് പേടിപ്പിക്കുക. കരടിയുണ്ട്, അതുണ്ട്, ഇതുണ്ട്. ഒരു ചെറിയ സൗണ്ട് കേൾക്കുമ്പോഴേ പറയണത് അതാ കുരങ്ങന്ന്. ഒരു നേരത്തെ ആഹാരമാണ് ഇത്ര പുലിക്ക്. അപ്പൊ എന്തായാലും നമുക്കിത് കിടക്കാം. സത്യം പറഞ്ഞ പേടിയുണ്ട്. ഞാൻ ലൈറ്റ് എടുത്ത് നോക്കട്ടെ കേട്ടോ. ഇതങ്ങോട്ട് നോക്ക്. തൽക്കാലം അവിടെ പോയി ഞാൻ കയറിയിട്ട് ഓഫാക്കാം കേട്ടോ. ക്യാമറ എടുത്ത് നോക്കട്ടെ. ഇത് പിടിടാ ക്യാമറ പിടി. നമ്മുടെ ടെന്റിൽ ആദ്യമായിട്ടാ രണ്ടുപേര്. ആന്നറാ അത് മടക്കിയിട്ട സൈഡിൽ നോക്കിട്ടോ. ഇത് മടക്ക്. അപ്പൊ ഞങ്ങൾ രണ്ടാളേ എവിടെ കാണുന്നുണ്ടല്ലോ.
അപ്പം ഞങ്ങൾ രണ്ടുപേരും ടെൻറ്റിനകത്ത് കയറി സാധനം പുറത്തുള്ളതൊക്കെ എടുത്ത് വെച്ചു കേട്ടോ. എല്ലാ സാധനം എടുത്ത് വെച്ചു. നമ്മൾ ചെറിയ സ്റ്റാൻഡ് മാത്രമേ ഉള്ളൂ ഇവിടെ, അത് കുഴപ്പമില്ല. ബാക്കിയൊക്കെ എടുത്ത് വെച്ചു. നമ്മൾ കയറി. ലൈറ്റ് കൂടി പോയപ്പോഴേ നല്ല ഇരുട്ടായി. ലൈറ്റ് കൂടി പോയപ്പോൾ നല്ല ഇരുട്ടായി. അതാണ് ഇപ്പം എനിക്കൊരു പ്രശ്നം. നമ്മൾ ടെൻ്റ് അടിച്ച് നീ മൂത്രമൊക്കെ കഴിച്ചിട്ട് കയറിയല്ലേ? അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഇനി പുറത്തേക്ക് ഇറങ്ങരുതേ കേട്ടോ. ഒരു സൈഡിൽ അഡ്ജസ്റ്റ് ചെയ്താൽ കിടക്കാം. ഒരു ലൈറ്റ് എടുത്ത് കയ്യിൽ വെച്ചേക്കണം. എന്തെങ്കിലും എമർജൻസി ഒച്ച വെക്കണമെങ്കിൽ എടുത്ത് നോക്കിയാൽ മതി. പുറത്തേക്ക് ഇറങ്ങാതെ നോക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും പറഞ്ഞ പോലെ ഇന്നത്തെ ക്യാമ്പിംഗ് വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ രാവിലെ എഴുന്നേറ്റ് കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചിട്ട് അങ്ങ് പോകാം അല്ലേ. രാത്രി വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കണ്. ഉണ്ടാവാതിരിക്കട്ടെ. എന്തായാലും കുഴപ്പമില്ലായിരുന്നു അല്ലേ ഇന്നത്തെ നമ്മുടെ എക്സ്പീരിയൻസ്. താഴ്ന്നൊന്ന് രണ്ടോട്ടം വീഡിയോ ചെയ്തു. അത് വീഡിയോയിൽ വന്നില്ല എന്നേ ഉള്ളൂ, ഞാനല്ല ഇവൻ. അപ്പോൾ എല്ലാവർക്കും പറഞ്ഞ പോലെ പിന്നെ ഇങ്ങനെയൊക്കെ വരുമ്പോൾ 2-3 വീഴ്ച കുറച്ച് തൊലിയൊക്കെ പോയി. ഇങ്ങനെ വരുമ്പോൾ 2-3 വീഴ്ചയൊക്കെ നല്ലതാണെന്നാണ് പറയണത്. അപ്പോൾ എന്തായാലും നമുക്ക് കിടക്കാം. എന്തായാലും കിടക്കട്ടെ കേട്ടോ. എന്താ വെച്ചാൽ ഈ ലൈറ്റ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞൊരു പേടി. അതാണ് ഞാനിങ്ങനെ ധൃതി കൂട്ടണത്. ഓക്കെ, കിടക്കല്ലേ? ഷോഫാക്കാനായിട്ട് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നുണ്ട്. ഒച്ച കേൾക്കുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ. ഈ മരത്തിന്റെ കമ്പ് വീണിട്ട് ഒച്ച കേൾക്കണോണ്ട് നമുക്കങ്ങ് പേടിയാണ്. എന്തായിരിക്കും എന്നുള്ളൊരു പേടിയാണ്. വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്. രാവിലെ കാണാം കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ എല്ലാം ചെയ്യണം കേട്ടോ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഓക്കെ അല്ലടാ? ഓക്കെ, ശരി. ഉറക്കമെന്നുണ്ടോടാ? അപ്പോൾ ഞങ്ങളെന്തായാലും ഉറങ്ങാനുള്ള പരിപാടിയിൽ ഇങ്ങനെ തയ്യാറെടുത്ത് നിൽക്കുകയാണ് കേട്ടോ. എന്തായാലും സമയം ഒരുപാടായി. ശരിക്കും പറഞ്ഞാൽ നല്ല പേടിയുണ്ട് കേട്ടോ. നല്ല പേടി എന്ന് പറഞ്ഞാൽ നല്ല പേടിയുണ്ട്. സമയം ഏകദേശം 10-10:30 ആയി. സമയം എന്തായി? 10:45 മണിയായിട്ടോ. അപ്പോൾ എന്തായാലും രാവിലെ കാണാം. എന്താ വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ നല്ല പേടി എന്ന് പറഞ്ഞാൽ നല്ല പേടിയുണ്ട് കേട്ടോ. ഞാൻ പിന്നെ അത് ഭക്ഷണം കഴിച്ച് വേഗം ഇതിനകത്ത് കയറിയത് സേഫൊന്നുമല്ല. എങ്കിലും നമ്മളിവർ ഈ പിള്ളേരൊക്കെ പറഞ്ഞതുകൊണ്ടേ അങ്ങനൊരു ചെറിയ പ്രശ്നം. അപ്പോൾ ഇനി മിണ്ടാതെ കിടക്കുക, അത്രേ ഉള്ളൂ. ഇല്ലടാ, നിനക്ക് നല്ല ക്ഷീണമായി പോയല്ലോ. എന്നാൽ ഓക്കെ, ഗുഡ് നൈറ്റ്. അപ്പോൾ പറഞ്ഞ പോലെ രാവിലെ കാണാം, പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ. പിന്നെ തയ്യാറേ എടാ, സമയം എന്തായി? എൻ്റെ മോനെ 2 മണിയാ. എന്താ സൗണ്ട് കേട്ടത്? എന്ത് നടന്നു? എന്തൊക്കെയോ സൗണ്ടുകൾ കേൾക്കുന്നുണ്ട് കേട്ടോ. ഇതിലൂടെ എന്തോ പാസ് ചെയ്തിട്ടുണ്ട്. ഇനി കാട്ടാടാണോ മാനാണോ കൂട്ടത്തോടെ പന്നിയാണോ എന്നറിയില്ല കേട്ടോ. എന്തായാലും ശരിക്കും പറഞ്ഞാൽ ഉറങ്ങിയിട്ടില്ല കേട്ടോ. ഒരു തുള്ളി പോലും ഉറങ്ങിയിട്ടില്ല. എൻ്റെ എന്തൊക്കെയോ സൗണ്ടുകൾ കേട്ടിട്ടുണ്ട്. പുറത്തോട്ടൊന്നും ഇറങ്ങണ്ട. എന്തൊക്കെയോ സൗണ്ടുകൾ പുറത്തോട്ട്. പന്നി തന്നെ ആയിരിക്കും. പന്നി തന്നെ അവനെ സാധ്യത കേട്ടോ. എന്തൊക്കെയോ സൗണ്ടുകൾ കേൾക്കുന്നുണ്ട്. കരിയിലായതുകൊണ്ട് നടന്നു പോകുമ്പോൾ എന്തെങ്കിലും ചവിട്ടുമ്പോൾ പെട്ടെന്ന് നമുക്ക് അറിയാനും പറ്റും. ലൈറ്റ് ഓഫ് ആക്കല്ലേ? അപ്പോൾ ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാട്ടാ. താരേ നേരം വെളുത്തു. താരേ ഡോ താരേ, ഇവനിത് എവിടെ പോയി? ഇത് പാൻ്റൊക്കെ കഴിച്ചിട്ട് ബാത്റൂം പോയാ? ഡ്രസ്സ് മാറാൻ പോയാ? താരേ എവിടെടാ? നീ എന്തിനാ അവിടെ പോയത്? ഈ സ്റ്റാൻഡൊക്കെ എഴുന്നേറ്റപ്പോഴേ ഇങ്ങനെ തന്നെ ഉണ്ടോ? അതോ മറിഞ്ഞെടുക്കായിരുന്നോ? മറിഞ്ഞെടുക്കായിരുന്നു. ഇത് മറിഞ്ഞെടുക്കായിരുന്നു? നീ എടുത്ത് വെച്ചതാ? എവിടെ കിടന്ന്? അവിടെ കിടന്ന? അപ്പോൾ ഇതിലൂടെ എന്തോ വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ, സംശയിച്ചതുപോലെ തന്നെ നമ്മുടെ ടെൻറ്റിൻ്റെ മുന്നിൽ കൂടെ ഒക്കെ എന്തൊക്കെയോ പാസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇന്നടുത്തപോലെ അതിൻ്റെ മേലെ ഒന്നുകൂടി കയറിയാണ്. അതിൻ്റെ മേലെ? അതിൻ്റെ മേളിലൊന്നും ഇപ്പോൾ കയറണ്ട. അതിൻ്റെ മേളിലൊക്കെ കയറുന്ന ഡേഞ്ചറാടാ. ഇവിടെ തന്നെ വെക്കാലടാ.
നമ്മള് വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ ഈ സൗണ്ടുകളൊക്കെ കേൾക്കും. അത് കേൾക്കൂല. അത് ശരിയാട്ടോ പറഞ്ഞത്. നമ്മളെ വീട്ടിലോ ഒക്കെ കിടന്നുറങ്ങുകയാണെങ്കിൽ ഈ ശബ്ദങ്ങളൊന്നും കേൾക്കൂല. അതായത് ഈ പക്ഷികളൊക്കെ ഒരുപാട് നല്ല നല്ല ശബ്ദങ്ങൾ, നല്ലൊരു ഇതാണ്. പക്ഷേ രാത്രിത്തെ അനുഭവം വല്ലാണ്ട് ഭയപ്പെടുത്തിപ്പോയി. എന്നെ ഒരുപാട് പേടിപ്പിച്ചു. എന്തായാലും നല്ലൊരു അനുഭവം തന്നെ ആയിരുന്നു. ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ഞാൻ മരിച്ചേനെ. ഇനി അടുത്തത് നമ്മൾ കയറാൻ പോകുന്നത് ഇതിൻ്റെ മേളിലല്ലേ, ഇതിന്റെ മേലെ 8ാം ടോപ്പില്. അടുത്ത വീഡിയോ അത് ഉള്ളിൽ കയറി ഇറങ്ങാനും പറ്റരുത്, അങ്ങനത്തെ ഒരു ഗുഹയാണ്. ഉള്ളിൽ കയറാൻ ഇറങ്ങാൻ ഉള്ളിലേക്ക് ഇറങ്ങിയാൽ കയറാൻ പറ്റരുത്. അങ്ങനത്തെ ഗുഹയിൽ ഇറങ്ങാൻ പോണേന്ന്. അതിനൊന്നും ഞാനില്ല. ഞാൻ എന്തായാലും ടോപ്പിൽ എന്തായാലും ഒരു ദിവസം ടെൻ്റ് അടിക്കാറാ. അടുത്ത വീഡിയോ അങ്ങനെ ചെയ്താലോ? 8ാം ടോപ്പില് ആർക്കെങ്കിലും വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ വരാട്ടോ. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ കൂടെ പോരുട്ടോ. എന്തായാലും ചായ റെഡി ആയിട്ടാ. അടിപൊളി കാപ്പി. വാ, ഒരു ഗ്ലാസ് ഉള്ളൂ കേട്ടോ, കുടിച്ചിട്ട് കുടിക്കേ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ അവസ്ഥ കേട്ടോ. ഇന്നത്തെയും കൂടെ അവസ്ഥ ഇല്ലടാ. എന്തായാലും സംഭവം എൻജോയ് ആയിട്ടോ. കുറേ പേടിച്ചെങ്കിലും നമുക്കൊരു എക്സ്പീരിയൻസ് ആയി. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആട്ടോ. എന്തായാലും ചായ കുടിച്ചാ? എന്തായാലും ഇതൊക്കെ ഒന്ന് ഒതുക്കട്ടെ കേട്ടോ. അല്ല, ടോർച്ച് അടിച്ച് നോക്കണം, പക്ഷെ ഇറങ്ങി നോക്കരുത്. എന്താ വെച്ചാൽ നമ്മൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലല്ലല്ലോ. അപ്പോൾ ഓക്കെ, എന്തായാലും ഞങ്ങളിതൊന്ന് സെറ്റാക്കട്ടെ കേട്ടോ. നമുക്ക് ടെൻറ്റ് പടിക്കാലോ. ശരിക്കും നല്ല വെളിച്ചം വെച്ചത്. നേരെ വെളിച്ചല്ലോ, നല്ല സമയം. അതിൻ്റെ ഉള്ളിൽ വിചാരിച്ച് പെട്ടെന്നൊന്നും വെളിച്ചം വീഴൂലെന്ന് വിചാരിച്ചു. അല്ല, ഇപ്പൊ ഏകദേശം സമയം ആയല്ലോ. പോവാ. അപ്പം നമ്മൾ എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്തു, എല്ലാം സെറ്റായിട്ടോ. നമ്മൾ ഈ സ്ഥലം വിട്ട് പോവാണ്. നമ്മളെ ഭയപ്പെടുത്തി പേടിപ്പിച്ച് കൊന്ന സ്ഥലം വിട്ട് പോവാണ്. കുഴപ്പമൊന്നുമില്ല, നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു. പിന്നെ പേടി ഉണ്ടായിരുന്നു, നല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇനി നമ്മൾ ഇതിലെങ്ങനെ മേളിലോട്ട് പോയിട്ട് ഒരു ദിവസം മേളിൽ സ്റ്റേ ചെയ്യലടാ. ഓക്കെ അല്ലേ? ഒരു ദിവസം 2 ദിവസം. 2 ദിവസം. ഇവൻ അങ്ങനെ ഇവിടെ ബാക്കിയുള്ളവർ ഒരു ദിവസം എങ്ങനെയും സ്റ്റേ ചെയ്യാന്ന് ശരിക്കും പോകുമ്പോൾ 2 ദിവസം ഒന്ന്. അപ്പോൾ ഇവനുണ്ടെങ്കിൽ സ്റ്റേ നടക്കുള്ളൂ കേട്ടോ. എന്താ വെച്ചാൽ കുറച്ചും കൂടി പേടിപ്പിക്കുന്ന സൗണ്ടുകളും. അതാ, ഇവൻ മനുഷ്യനെ പേടിപ്പിക്കാൻ നിൽക്കുക. അതുകൊണ്ട് ഇവനെ ശ്രദ്ധിക്കണം. ഇവനെപ്പോഴും ശ്രദ്ധ വേണം എൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഞങ്ങൾ എന്തായാലും അടുത്ത ഒരു വീഡിയോ ഇതിൻ്റെ മേളിൽ നിന്ന് എടുക്കും. എന്തായാലും ഒരു ദിവസം ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ നല്ല നല്ല വ്യൂ എന്നാ പറഞ്ഞു കേട്ടോ. അപ്പോൾ അവിടെ ഒന്ന് എന്തായാലും കയറി പോകും. പിന്നെ വന്നവരും പറഞ്ഞു താഴ്ഭാഗത്ത് മേൽഭാഗത്ത് അങ്ങനെ മൃഗങ്ങളൊന്നുമില്ല, പന്നി പോലും ഇല്ലയെന്നാണ് പറഞ്ഞത്. അതെന്താ അങ്ങനെ പറഞ്ഞതെന്ന് അറിയില്ല. പക്ഷെ ഏറ്റവും ടോപ്പിലാട്ടോ. ഒരുപാട് പോകണം, മേളോട്ട് പോകണം. മേളോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ബത്തേരി ഭാഗം, അമ്പലവേൽ ഭാഗം, പിന്നെ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ കാണാം. അത്രയും ഹൈറ്റിലാട്ടോ, നല്ല ഹൈറ്റിലാണ്, നല്ല കോടമഞ്ഞും. അങ്ങനെ താഴെ കയറി വരുമ്പോൾ തന്നെ എടുത്തപ്പോൾ തന്നെ നല്ല ഹൈറ്റ് ആയിരുന്നല്ലോ. ഞങ്ങള് അതെ, ഹൈറ്റ് ഉണ്ട്, നല്ല ഹൈറ്റ് ഉണ്ട് താഴ്ന്നു വരുമ്പോൾ. അല്ല, അത് ഓൾറെഡി മേളിലോട്ട് ഹൈറ്റ് ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ മേളിലാണ് നമ്മൾ ഇനി അടുത്തൊരു വീഡിയോ. എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ പോകട്ടോ. എല്ലാം പാക്ക് ചെയ്തു, എല്ലാം സെറ്റാക്കി. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മളെ വീഡിയോ ഇന്നത്തെ ഏകദേശം ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ എന്തായാലും മറക്കണ്ട. അപ്പോൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ എല്ലാം ചെയ്ത് സെറ്റാക്കുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മളെ കൂടെ ക്യാമ്പിങ്ങിന് കൂടുന്നവരൊക്കെ കൂടി കേട്ടോ, കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ക്യാമ്പ് ചെയ്യാൻ പറ്റിയ സ്ഥലം ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. ഞാനവിടെ വരും അല്ലേ? നീയും വരില്ലേ? ഞങ്ങളവിടെ വരും, എന്നിട്ട് ഒരുമിച്ച് ക്യാമ്പ് ചെയ്യാം കേട്ടോ. നമുക്ക് എല്ലാവർക്കും കൂടെ പേടിപ്പിക്കുന്ന സ്ഥലം വേണം കേട്ടോ. പേടിപ്പിക്കുന്ന സ്ഥലം വേണം മനുഷ്യനെ കൊല്ലാനേ. എന്നാ ഓക്കെ, എല്ലാം പറഞ്ഞ പോലെ ഓക്കെ അല്ലടാ? ഓക്കെ. പിന്നെ ഈ ഏറ്റവും വലിയ കാടേതാ? എനിക്കറിയില്ലടാ. എന്തേ ചോദിച്ച? ഞാൻ ഇപ്പൊ കേട്ടാ എന്താ അറിയോ, ഈ ATM-ന്റെ കാർഡ് ഏതാണ് ഞാൻ കേട്ടത്. ഏറ്റവും വലിയ കാട് നീ പറഞ്ഞത് ഏറ്റവും വലിയ കാർഡ് ഏതാന്നാണ് അല്ലേ? സാധനങ്ങളൊക്കെ എടുത്തല്ലോ അല്ലേ? എല്ലാം എടുത്തു. നമ്മളെന്തായാലും ഏകദേശം നമ്മുടെ വണ്ടിയുടെ അടുത്ത് എത്തിയിട്ടാ. സൂര്യൻ നോക്ക്, സൂര്യൻ ഉദിച്ച് വരുന്നുണ്ട്.
നല്ല വേറൊരു വണ്ടി ഇവിടെ കിടപ്പുണ്ടല്ലോ, ഇതായിരുന്നടാ. ആ നമ്മളെ പോലെ തന്നെ ഏതെങ്കിലും ആളുകൾ മേളിലുണ്ടാ അറിയില്ല. എന്താ അപ്പൊ നമ്മളെന്തായാലും നമ്മൾ പോയി തിരിച്ചു വന്നു കേട്ടോ. നമ്മൾ വന്ന സ്ഥലം ടോപ്പിലോട്ട് നോക്കി ടോപ്പിൽ പാറയിൽ ഈ ടോപ്പിലാണ് കയറണം എന്ന് പറഞ്ഞു കേട്ടോ. ഇനി അടുത്ത വീഡിയോ നമ്മൾ ഇതിന്റെ ടോപ്പിലാണ് കയറുക. എന്തായാലും നോക്കാം, കയറാൻ ശ്രമിക്കാം, അത്രേ പറയാൻ പറ്റുള്ളൂ. കയറാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? എന്തായാലും കയറാൻ ശ്രമിക്കും കേട്ടോ. ഇതിന്റെ ടോപ്പിൽ അങ്ങനെ അനിമൽസ് ഇല്ലാന്നാ പറയണത്, പന്നിയും ഒന്നും ഇല്ലാന്നാ പറയണത്. ഇവിടെ ഉള്ളവർ പറയുന്നത് കേട്ടോ. ഒക്കെ ഉള്ളത് ഈ താഴ്ഭാഗത്താണ് ഉള്ളതെന്നാ പറയണത്. താഴ്ഭാഗത്താണ് കുറച്ച് കാടും കൂടുതൽ കേട്ടോ. അപ്പൊ ഞങ്ങളെന്തായാലും നമുക്കെന്തായാലും വീഡിയോ ഇല്ലടാ. ഓക്കെ അല്ലേ? അപ്പോൾ ഓക്കെ, എല്ലാവരും പറഞ്ഞ പോലെ അല്ലേ? അടുത്ത വീഡിയോസിൽ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. അടുത്ത വീഡിയോസിൽ നിങ്ങൾ ആരെങ്കിലും ഒക്കെ വേണമെന്നാ പറയണ കേട്ടോ. അപ്പൊ ഓക്കെ, നമ്മളപ്പോ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടാകുമല്ലോ. ഉണ്ടാവും. അതാ, അപ്പൊ ആർക്ക് വേണേലും നമ്മൾ കമന്റ് ചെയ്ത് വരാം കേട്ടോ. നമ്മുടെ കൂടെ വരാം. ഇഷ്ടമുള്ളവർക്കൊക്കെ ക്യാമ്പ് ചെയ്യാം കേട്ടോ. നമുക്ക് ഒരുമിച്ച് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അതിനെന്താ അല്ലേ? അപ്പോൾ ഓക്കെ, ഗുഡ് മോർണിംഗ് അല്ലേ? രാവിലെ തന്നെ അല്ലേ? ഗുഡ് മോർണിംഗ്. ഓക്കെ, ബൈ.